നമസ്കാരം. വടകരക്കാർക്ക് വളരെ സുപരിചിതനായ ഒരു ഗാനരചയിതാവാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. നമസ്കാരം കുഞ്ഞിരാമേട്ട. ലോകനാഥ കവിയാമ്മയെ പറ്റിയിട്ടുള്ള ഒരുപാട് ഭക്തിഗാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞിരാമേട്ടൻ എങ്ങനെയാണ് ഈ ഗാനരചനാ രംഗത്തേക്ക് എത്തിപ്പെട്ടത്? ഗാനരചനാ രംഗത്തേക്ക് എത്തിപ്പെട്ടത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. എനിക്ക് കുട്ടിക്കാലത്തെ കവിതകളോടുള്ള വാസന ഉണ്ടായിരുന്നു. കവിതകൾ എഴുതുമായിരുന്നു. അങ്ങനെ ചില ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ കൊടുത്ത് അവർ പ്രസിദ്ധീകരിച്ചു വരാറുണ്ട്. അതിൽ അങ്ങനെയാണ് കവിതയായിട്ടുള്ള ബന്ധം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 32 കൊല്ലം മുമ്പെയാണ് ഞാൻ ആദ്യമായിട്ട് ഭക്തിഗാന രചനാ രംഗത്തേക്ക് വന്നത്. അത് കാസറ്റ് ചെയ്യും എന്നൊന്നും അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഈ കവിതകളൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ 2-3 ഗാനങ്ങൾ ലോകനാഥ കവിനെ പറ്റി. ലോകനാഥ കവിൻ അമ്മ എന്റെ ആരാധ്യതയാണ്, വീട്ടിനടുത്ത് തന്നെയാണ്. അപ്പോ അങ്ങനെ ഞാൻ അമ്മയുടെ ഭക്തനുമാണ്. അങ്ങനെയാണ് ഞാൻ ലോകനാഥ കവിനെ പറ്റി ആദ്യമായിട്ട് ഭക്തിഗാനം എഴുതുന്നത്. അമ്മേ അമ്മേ എന്ന് പറയുന്ന പാട്ടാണ് ആദ്യമായിട്ട് എഴുതിയത്. അത് ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട് അതിനുശേഷം ബ്രാഹ്മമുഹൂർത്തത്തിൽ എന്നുള്ളൊരു തുടങ്ങുന്ന ഗാനം എഴുതി. അതിനുശേഷം അഞ്ജലി കൂപ്പുന്നു ദേവി എന്നുള്ള ഗാനം, അങ്ങനെ 3 ഗാനങ്ങൾ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച് അങ്ങനെ ഞാനൊരു സംഗീതജ്ഞനുമായിട്ട് പരിചയപ്പെട്ടിരുന്നു. അത് ജയൻ മാഷെന്ന് ഞങ്ങളൊക്കെ വിളിക്കാം. അയാൾ മാഹിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി ലോകനാഥൻ വെച്ച് കേൾക്കാനിടയായി. ആ കച്ചേരി കേട്ടിരിക്കെ എനിക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടം തോന്നി. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പാട്ടുകൾ ട്യൂൺ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് ഇത് ബന്ധപ്പെടുന്നത്. ശിഷ്യൻ പറഞ്ഞു, പിന്നെ അദ്ദേഹം ആ ശിഷ്യന്റെ പേര് പ്രേംകുമാർ. എൻ്റെ പരിചയക്കാരനാണ്, വീട്ടിൻ്റെ കുറച്ചപ്പുറമുള്ള ആളാണ്. നിങ്ങൾക്ക് പാട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഭാഷയെടുത്ത് ഒരു ദിവസം ഒരു ഞായറാഴ്ച അങ്ങോട്ട് ക്ഷണിച്ചല്ലേ. ഞാൻ 3 പാട്ടുകളും പിന്നെ ഒരു കടലാസിൽ കുറിച്ച് അവരെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു പാട്ട്. യുവരാഘാവിൻ്റെ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളാണ്. അദ്ദേഹം പരമഭക്തനാണ് ജയമാഷ്. ജപം എന്ന് പറഞ്ഞ കാസറ്റില് ആരൊക്കെയാണ് പാടിയിട്ടുണ്ടായിരുന്നത്? അതിൽ പ്രശസ്ത ഗായകനായ പി ജയചന്ദ്രനാണ് കാര്യമായിട്ട് പാടിയിട്ടുള്ളത്. പിന്നീട് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പാടിയിട്ടുണ്ട്. ജയന്മാഷ് തന്നെ സംഗീത ചെയ്ത ആൾ തന്നെ 2 പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോടുള്ള സിന്ധു പ്രേംകുമാർ. അപ്പൊ നമുക്ക് പി ജയചന്ദ്രൻ സാറിന്റെ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. അമ്മേ അമ്മേ ലോകനാർക്കാവിലെ അമ്മേ, അമ്മേ അമ്മേ ലോകനാർക്കാവിലെ അമ്മേ, അണയുന്നു നിൻ തിരുസന്നിധിയിൽ ആധാരവിന്ദങ്ങൾ തേടി. വളരെ നല്ലൊരു ഗാനമായിരുന്നു കുഞ്ഞിരാമേട്ട. അത് ഈ ജപം എന്ന് പറഞ്ഞ ഹിറ്റ് കാസറ്റിന് ശേഷം ഒരു വോളിയം 2 ഇറങ്ങിയിരുന്നു, ദേവി ജപം. ആ ഒരു കാസറ്റിനെ പറ്റി ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? അതെ, ദേവി ജപം ഇറങ്ങിയിരുന്നു. അതിനുശേഷം തന്നെ ലോകനാഥ ബ്രഹ്മാണ്ടേശ്വരി എന്ന് പറഞ്ഞൊരു കാസറ്റ് ഇറങ്ങിയിരുന്നു. പിന്നീട് പല കേസറ്റുകളായിട്ട് എൻ്റെ പാട്ടുകൾ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടില്ലെങ്കിലും 2, 3, 4 ഒക്കെ പാട്ടുകളായിട്ട് പിന്നീട് പല കേസറ്റുകളിലും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലോകനാഥ ഗാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കാവിനെ പറ്റി തന്നെ, കാവിൻ ഭഗവതിയെ പറ്റി എത്രയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ശരിക്കും. ദേവി ജപം എന്ന് പറഞ്ഞ കാസറ്റിൽ ഇതുപോലെ തന്നെ പ്രധാനമായിട്ടും ജയചന്ദ്രനാണ്. പക്ഷെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എടുത്തു പറയത്തക്കേണ്ടത്, അന്ന് പി ലീല ഉണ്ടായിരുന്നു, ഗാനഗോകുലം പി ലീല. അവർ പാടിയിട്ടുണ്ട് ദേവി ജപത്തിൽ.
ഹിറ്റ് ഗാനങ്ങളാണ് അവർ പാടിയതൊക്കെ. 5 പാട്ട് പാടിയിട്ടുണ്ട് ദേവീജപത്തിൽ, എൻ്റേത് മൊത്തത്തിൽ. ദേവീജപത്തിലായിട്ടും മറ്റുള്ള കാസറ്റുകളായിട്ടും. പി ലീല. കുഞ്ഞിരാമേട്ടന്റെ ദേവീജപം എന്ന കാസറ്റിൽ നിന്നും പി ലീലാമ്മ പാടിയ വളരെ മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു ചിങ്ങപ്പൊൻ പുലർകാലം പൊന്നോണത്തുകിൽ ചാർത്തി കാവിലമ്മേ നിന്നെ കണി കാണണം. ചിങ്ങപ്പൊൻ പുലർകാലം പൊന്നോണത്തുകിൽ ചാർത്തി കാവിലമ്മേ നിന്നെ കണി കാണണം. നവരാത്രി പൂജയിൽ ലോകനാർക്കാവിലെ അഭിരാമ വിഗ്രഹം കണി കാണണം. ചിങ്ങപ്പൊൻ പുലർകാലം പൊന്നോണത്തുകിൽ ചാർത്തി കാവിലമ്മേ നിന്നെ കണി കാണണം. ജയചന്ദ്രൻ ഇതുവരെ എൻ്റെത് 19 പാട്ടുകൾ പാടി. ഓ 19 പാട്ടുകളാണ് ജയചന്ദ്രൻ എൻ്റെ ഇതുവരെ പാടിയത്. പിന്നീട് പല ഗായകന്മാരും പാടിയിട്ടുണ്ട്, ഗായികമാരും പാടിയിട്ടുണ്ട്. സിന്ധു പ്രേംകുമാർ തന്നെ ധാരാളം പാട്ടുകൾ പിന്നീടും പാടിയതിനു ശേഷം ശ്രീകൃഷ്ണ ഭക്തിഗാനം പാടിയിട്ടുണ്ട്. ലോകനാർക്കാവിൽ അമ്മയെ പറ്റി അല്ലാതെ വേറെ ഏതെല്ലാം ഗാനങ്ങളാണ് എഴുതിയിട്ടുള്ളത്? കൃഷ്ണ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ശിവഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, മറ്റുള്ള ദേവീദേവന്മാരൊക്കെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് പാട്ടുകൾ. കൃഷ്ണഭക്തി ഗാനത്തിന്റെ കാസറ്റ് ഏതായിരുന്നു? വൃന്ദാവനി എന്ന കാസറ്റാണ്. അതിൽ ജയചന്ദ്രനാണ് പാടിയത്. ജയചന്ദ്രനും സിന്ധു പ്രേംകുമാരുമാണ് അതിൽ പാടിയത്. ജയചന്ദ്രൻ 6 പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ ഒക്കെ സൂപ്പർ ഹിറ്റാണ് പാട്ടുകളൊക്കെ. കൊട്ടാരക്കര ശിവകുമാർ ആണ് അത് സംഗീതം ചെയ്ത ഗാനങ്ങൾ. അതുപോലെ തന്നെ ശിവഭക്തി ഗാനം പിന്നെ എഴുതിയിട്ടുണ്ട്. സിദ്ധാർത്ഥപുരം ശിവക്ഷേത്രം പുതുപ്പണത്തുള്ള വടകര, ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ശിവഭക്തി ഗാനം കാസറ്റ് ഇറക്കിയിരുന്നെന്ന്. അതും കൊട്ടാരക്കര ശിവകുമാറാണ് സംഗീതം ചെയ്തത്. കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലളിതഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് കുഞ്ഞിരാമേട്ടൻ. അപ്പൊ എങ്ങനെയാണ് ഈ ഭക്തിഗാനങ്ങൾക്കിടയിലൂടെ ലളിതഗാനം കൂടി എഴുതാനുള്ള ഒരു സമയം കണ്ടെത്തിയത്? അങ്ങനെ ചോദിച്ചാല് മനസ്സിൽ കവിതകളും പാട്ടും ഉള്ളൂ. മനസ്സിലുള്ള അതിനാണ് സ്ഥാനമുള്ളത് പ്രധാനമായിട്ടും. ലളിതഗാനം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ലളിതഗാനം എഴുതി ആകാശവാണിക്ക് കൊടുത്തിരുന്നു. അവരത് ഉടനെ തന്നെ പ്രക്ഷേപണം ചെയ്തു. എന്നോട് പറഞ്ഞ് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്നേ ദിവസം ഡേറ്റൊക്കെ വെച്ച് പ്രക്ഷേപണം ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ആകാശവാണിക്ക് വേണ്ടി എഴുതാനുള്ള പ്രചോദനം ഉണ്ടായത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാട്ട് കൊടുക്കും, അവരെടുക്കും, അവർ പ്രക്ഷേപണം ചെയ്യും. ഈ അടുത്ത മാസം വരെ എൻ്റെ ലളിതഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തു വന്നിട്ടുണ്ട്. അപ്പൊ ആകാശവാണിയിലെ ലളിതഗാനങ്ങളല്ലാതെ ഗുരുവായൂരിലെ ഒരു പ്രശസ്തമായ ഒരു മാഗസീനാണ് ഭക്തപ്രിയ. അവിടെയും കുഞ്ഞിരാമേട്ടന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് കുഞ്ഞിരാമേട്ടന് ഞങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാനുള്ളത്? ഭക്തപ്രിയ മാസികയിൽ കുറേ കവിതകൾ എൻ്റെത് വന്നിട്ടുണ്ട്. ഈ കവിതകൾ, ഗാനങ്ങളും ഭക്തിഗാനങ്ങളൊക്കെ എൻ്റെ പ്രാർത്ഥനകളാണ്, എൻ്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനകളാണ്. അതാണ് ഇതിൽ പ്രകടമാവുന്നത്. ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും കവിതയും എല്ലാം ഒഴികെ മാപ്പിളപ്പാട്ടുകളും താങ്കൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് അതിൽ പാടിയിട്ടുണ്ടായിരുന്നത്? കണ്ണൂർ ഷെരീഫ്, സിന്ധു പ്രേംകുമാർ മാപ്പിളപ്പാട്ടുകൾ ഒക്കെ ഹിറ്റായ പാട്ടുകളാണ്. അത് കേരളത്തിൽ മാത്രമല്ല അന്യദേശങ്ങളിലും പിന്നെ ധാരാളം ചെലവായി വിറ്റുപോയ കേസറ്റാണ് ഇത്. മൈലാഞ്ചിക്കുരുവി എന്നാണ് കേസറ്റിന്റെ പേര്. സിന്ധു പ്രേംകുമാർ പാടിയ വളരെ അതിമനോഹരമായ ഒരു മാപ്പിളപ്പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മൊഞ്ചത്തി മൈലാഞ്ചിക്കുരുവി എൻ്റെ മടിമാരനെ എങ്ങാനും കണ്ടോ നീ പൊന്നേ. അഞ്ചില് മൊഞ്ചത്തി മൈലാഞ്ചിക്കുരുവി എൻ്റെ മണിമാരനെ എങ്ങാനും കണ്ടോ നീ പൊന്നേ. തേനൂറും കൽവുള്ള പൂമുത്തോളിമാരൻ മേമുണ്ടക്കാരൻ ചൗക്കൻ കരിമീശക്കാരൻ. തേനൂറും കൽവുള്ള പൂമുത്തോളിമാരൻ മേമുണ്ടക്കാരൻ ചൗക്കൻ കരിമീശക്കാരൻ. ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് കുഞ്ഞിരാമേട്ടൻ. അപ്പൊ ഈ ഗാനങ്ങൾ എഴുതാനുള്ള പ്രചോദനം എവിടെ നിന്നായിരുന്നു? പ്രചോദനം അത് പ്രകൃതിപരമായിട്ടുള്ള ഒരു വാസനയാണ്. ആയിട്ട് കുടുംബപരമായിട്ട് അങ്ങനെ സംഗീതം അറിയുന്ന ആൾക്കാരൊന്നും ഇല്ല.
എങ്കിലും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളും ഗാനങ്ങൾ ആലപിക്കുന്ന ആളുമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ. ആ പണ്ടത്തെ ഈ കൃഷ്ണപ്പാട്ട്, രാമായണം മുതലായ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വളരെ ഈണത്തിൽ ചൊല്ലുന്ന ആൾക്കാരാണ് അച്ഛനും അമ്മയും. അത് കുട്ടിക്കാലത്തെ കേട്ട് വളർന്നവരാണ് ഞാൻ. അങ്ങനെയാണ് പുരാണമായിട്ട് ബന്ധം വരുന്നത്. അങ്ങനെ ഒരു സംഗീതത്തിൻ്റെ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ സംഗീതം എങ്ങനെയോ വരുന്നുണ്ട്. ഒരു ഗാനരചന ഞാൻ നടത്തുമ്പോൾ അതൊരു ട്യൂണിലായിരിക്കും ഞാൻ എഴുതും. ഏത് ട്യൂണാണെന്നും ആരോടും പറഞ്ഞു കൊടുക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു ട്യൂണുണ്ട്. ആ ട്യൂണിനനുസരിച്ചാണ് വരികൾ ഒഴുകി വരുന്നത്. ചെമ്പൈ സ്വാമിയെ കാണാനും അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികൾ കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ചെമ്പൈ സ്വാമി മേലെ മഠത്തിൽ വന്നിരുന്നു. മേലെ മഠത്തിൽ ആണ് അദ്ദേഹം വരിക. അവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുവീടാണ്. അവിടെ വന്ന ആ സമയത്ത് 3 ദിവസം തുടർച്ചയായി സംഗീതാർച്ചന, സംഗീതാരാധന നടത്തിയിരുന്നു ലോകനാർകാവിൽ വെച്ച്, അമ്പലത്തിൽ വെച്ച് തന്നെ. ആ 3 ദിവസവും ഞാൻ പോയി അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സംഗീതത്തിൽ അജ്ഞനാണെങ്കിലും ആ ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് പറയണം. പിന്നീട് ഒരിക്കൽ വലിയൊരു കച്ചേരി അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ലോകനാർകാവിൻ്റെ ബേക്ക് ഭാഗത്ത് ഒരു സ്ഥിരം സ്റ്റേജ് നിർമ്മിച്ചിരുന്നു. ആ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കച്ചേരിയോട് കൂടിയായിരുന്നു ഉദ്ഘാടനം. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അത് ആസ്വദിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. കുഞ്ഞിരാമേട്ടന്റെ കുടുംബത്തെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. വീട്ടില് ആരൊക്കെയാണുള്ളത്? വീട്ടില് ഭാര്യ, പിന്നെ എൻ്റെ മകൻ, 2 പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ കൂടെയുണ്ട്, കല്യാണം കഴിച്ച. മകനും മകന്റെ ഭാര്യയും 2 കുട്ടികളും എൻ്റെ ഭാര്യയാണ് കുടുംബം. സിനിമയിൽ പാട്ടെഴുതണമെന്ന് വലിയ മോഹമുണ്ട് എനിക്ക്. സിനിമയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ ക്ഷണിക്കുകയോ പാട്ടിന് വേണ്ടി പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സിനിമാ ഗാന രംഗത്തേക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിരാമേട്ടൻ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നേരം ഞങ്ങളായിട്ട് ചെലവഴിച്ചതിനും എല്ലാ കാര്യങ്ങളും പങ്കുവച്ചതിനും ഒരുപാട് നന്ദി കുഞ്ഞിരാമേട്ട. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ശിശിരനിലാവിൻ ഏകാന്തയാമത്തിൽ ഒഴുകി വന്നെത്തി ഒരു ഗാനം. ശിശിരനിലാവിൻ ഏകാന്തയാമത്തിൽ ഒഴുകി വന്നെത്തി ഒരു ഗാനം. മനതാരിലമൃത പ്രവാഹമായി തഴുകിയ മധുരമി ഗാനം പാടിയതാരോ? ആരോ ആരോ ആരാരോ. ശിശിരനിലാവിൻ ഏകാന്തയാമത്തിൽ ഒഴുകി വന്നെത്തി